നമസ്കാരം. ഇന്നത്തെ ഈ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സങ്കീർണമായ ഒരു ചരിത്രവിഷയം നമുക്ക് വളരെ രസകരമായ ഒരു കഥയിലൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കിയാലോ? ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഒരു ഗ്രാമത്തിൽ തികച്ചും വ്യത്യസ്തരായ രണ്ട് കുടുംബങ്ങൾ താമസിക്കുന്നു. കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായി തോന്നാമെങ്കിലും ഈ രണ്ട് വീടുകളുടെ കഥയാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ആഗോള ലോകക്രമത്തെ ഒന്നാകെ മാറ്റിമറിച്ചത്. ശരി, നമുക്കിതിലേക്ക് കടക്കാം. സങ്കൽപ്പിക്കുക, സ്റ്റാലിൻ അപ്പൂപ്പന്റെ വീട്ടിൽ ഒരൊറ്റ നിയമമേ ഉള്ളൂ. എല്ലാം എല്ലാവരുടേതുമാണ്. വീട്ടിലെല്ലാവർക്കും ഒരേ ഭക്ഷണമാണ് ലഭിക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് പണിയെടുക്കണം, ലാഭം അപ്പൂപ്പനെ ഏൽപ്പിക്കണം. ഇനി സ്വന്തമായൊരു ഷർട്ട് വേണമെങ്കിൽ പോലും ആ അപ്പൂപ്പന്റെ അനുവാദം വേണം കേട്ടോ. അപ്പൂപ്പനെ എതിർത്താൽ അവരെ വീടിന് പുറത്താക്കും. അതാണ് അവിടുത്തെ ശിക്ഷ, അഥവാ ഗുലാഗ്. എന്നാൽ അങ്കിൾ സാമിന്റെ വീട് ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. അവിടെ നിങ്ങൾ കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് നേടാം. സ്വന്തമായി വലിയ കാർ വാങ്ങാം, സമ്പാദ്യം മുഴുവൻ സ്വന്തമായി വയ്ക്കാം. പക്ഷെ അവിടെ ഒരു വലിയ കുഴപ്പമുണ്ട്. ആരെങ്കിലും മടിയനായിരുന്നാൽ അവൻ ചിലപ്പോൾ പട്ടിണി കിടക്കേണ്ടി വരും. കാരണം അവിടെ സ്നേഹത്തിനോ തുല്യതയ്ക്കോ ഒന്നുമല്ല, കടുത്ത മത്സരത്തിനാണ് പ്രാധാന്യം. കാലം കുറേ കഴിഞ്ഞപ്പോൾ ഈ രണ്ട് വീടുകൾക്കും എന്ത് സംഭവിച്ചുവെന്നറിയാമോ? സ്റ്റാലിൻ അപ്പൂപ്പന്റെ വീട്ടിലെ കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ വലിയ മടുപ്പ് തോന്നി തുടങ്ങി. താൽ എത്ര പണിയെടുത്താലും കൂടുതലൊന്നും കിട്ടില്ലെന്നും എല്ലാവർക്കും കിട്ടുന്നത് ഒരേ കാര്യമാണെന്ന് മനസ്സിലായതോടെ അവർക്ക് പണിയെടുക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് അങ്ങ് പോയി. അങ്ങനെ ഒടുവിൻ ആ വീട് തകർന്നു. എന്നാൽ അങ്കിൾ സാമിന്റെ കുട്ടികളോ അവരവരുടെ ആ കടുത്ത മത്സരം കാരണം പുതിയ ഫോണുകളും കാറുകളും ഒക്കെ കണ്ടുപിടിച്ച് വലിയ പണക്കാരായി മാറി. പക്ഷേ ആ വീട്ടിലെ പാവപ്പെട്ട കുട്ടികൾ വലിയ കഷ്ടപ്പാടിൽ തന്നെ തുടർന്നു. ചുരുക്കിപ്പറഞ്ഞാൽ അവിടെ അതിസമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള വലിയൊരു വിടവ് രൂപപ്പെട്ടു. ഈ ഒരു ലളിതമായ കഥയിൽ നിന്ന് നമുക്ക് നമ്മുടെ യഥാർത്ഥ ലോകചരിത്രത്തിലേക്ക് വരാം. ഇവിടെ നാം കണ്ട ഈ രണ്ട് വ്യത്യസ്ത ആശയങ്ങളില്ലേ, അതാണ് 20-ാം നൂറ്റാണ്ടിലെ ശീതയുദ്ധത്തിന്റെ, അതായത് നമ്മൾ കേട്ടിട്ടുള്ള കോൾഡ് വാറിന്റെ യഥാർത്ഥ അടിസ്ഥാനം. ഈ കഥയിലെ സ്റ്റാലിൻ അപ്പൂപ്പൻ പ്രതിനിധീകരിക്കുന്നത് കമ്മ്യൂണിസത്തെയാണ്, എന്നാൽ അങ്കിൾ സാം പ്രതിനിധീകരിക്കുന്നത് ലിബറൽ ഡെമോക്രസിയെയും മുതലാളിത്തത്തെയുമാണ്. ഈ രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള ആഗോള പോരാട്ടമാണ് സത്യത്തിൽ ലോകചരിത്രത്തെ തന്നെ തിരുത്തിക്കുറിച്ചത്. അമേരിക്കൻ സിസ്റ്റത്തിന്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് തീർച്ചയായും വ്യക്തിസ്വാതന്ത്ര്യമാണ്. അതായത് ഒരു വ്യക്തിയുടെ അവകാശങ്ങളിൽ ഭരണകൂടം അനാവശ്യമായി ഇടപെടാൻ പാടില്ല. ആർക്കും എന്ത് ബിസിനസ് തുടങ്ങാനും മത്സരിക്കാനും കഴിയുന്ന ഫ്രീ മാർക്കറ്റ് ക്യാപിറ്റലിസം. പിന്നെ കൃത്യമായ തിരഞ്ഞെടുപ്പുകളിലൂടെ ഭരണാധികാരികളെ ജനങ്ങൾക്ക് തന്നെ മാറ്റാൻ കഴിയുന്ന ജനാധിപത്യം. കഠിനാധ്വാനം ചെയ്താൽ ആർക്കും വലിയ നിലയിലെത്താമെന്ന് വിശ്വസിക്കുന്ന ആ അമേരിക്കൻ സ്വപ്നം അഥവാ അമേരിക്കൻ ഡ്രീം തന്നെയാണ് ഈ ആശയത്തിന്റെ ഏറ്റവും വലിയ ആകർഷണമെന്ന് പറയുന്നത്. ഈ അമേരിക്കൻ ആശയങ്ങൾ ലോകത്തെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ മാറ്റിമറിച്ചു എന്ന് തന്നെ പറയാം. ലാഭമുണ്ടാക്കാനുള്ള മനുഷ്യന്റെ ആ വലിയ ആവേശമുണ്ടല്ലോ, അതാണ് ഗൂഗിൾ, ആപ്പിൾ, സ്പേസ് എക്സ് പോലുള്ള വിപ്ലവകരമായ സാങ്കേതിക മുന്നേറ്റങ്ങൾക്ക് കാരണമായത്. അവർ ലോകമെമ്പാടും വലിയൊരു കൺസ്യൂമർ കൾച്ചർ കൊണ്ടുവന്നു. ഇന്ന് നാം കാണുന്ന വമ്പൻ ഷോപ്പിംഗ് മാളുകളും ഫാസ്റ്റ് ഫുഡും ബ്രാൻഡുകളുമൊക്കെ ഈ മുതലാളിത്ത ആശയത്തിന്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ വ്യക്തിസ്വാതന്ത്ര്യത്തിലും അഭിപ്രായ സ്വാതന്ത്ര്യത്തിലും ഊന്നിയുള്ള മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള ആഗോള ചർച്ചകൾക്കും ഇത് വലിയ രീതിയിൽ തുടക്കമിട്ടു. ഇനി ഇതിലെ ഏറ്റവും കൗതുകകരമായ ചരിത്രമെന്താണെന്ന് വെച്ചാൽ, കമ്മ്യൂണിസം എന്ന ആശയം കാൾ മാർക്സും ഈംഗിൾസും ആദ്യമായി മുന്നോട്ടുവെച്ചത് വളരെ മഹത്തായ ലക്ഷ്യങ്ങളോടെയായിരുന്നു. സമൂഹത്തിൽ മുതലാളിയെന്നും തൊഴിലാളിയെന്നുമുള്ള ആ വേർതിരിവില്ലാതാക്കുക, ഭൂമിയും ഫാക്ടറികളും സമൂഹത്തിന്റെ പൂർണ്ണമായ പൊതുസ്വത്തായിരിക്കുക, ഒടുവിൽ ഭരണകൂടമോ പോലീസോ പോലുമില്ലാത്ത ജനങ്ങൾ സ്വയം നിയന്ത്രിക്കുന്ന ഒരു തികഞ്ഞ തുല്യ സമൂഹം സൃഷ്ടിക്കുക എന്നതായിരുന്നു അവരുടെ യഥാർത്ഥ സ്വപ്നം. ആരും ഒരിക്കലും ചൂഷണം ചെയ്യപ്പെടാത്ത സമത്വമുള്ള ഒരു ലോകം. അതാണ് അവർ ലക്ഷ്യം വെച്ചത്. എന്നാൽ ചരിത്രത്തിലെ യഥാർത്ഥ അനുഭവം മറ്റൊന്നായിരുന്നു സുഹൃത്തുക്കളെ. ഈ രണ്ട് വ്യവസ്ഥിതികൾക്കും വലിയ വീഴ്ചകൾ സംഭവിച്ചു. നമ്മൾ നിഷ്പക്ഷമായി നോക്കുകയാണെങ്കിൽ അമേരിക്കയില് വലിയ സാമ്പത്തിക അസമത്വവും ഭരണത്തിൽ വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ അമിത സ്വാധീനവും ഉണ്ടായി. തങ്ങളുടെ അധികാരം നിലനിർത്താൻ ഇറാഖിലും അഫ്ഗാനിസ്ഥാനുമിലൊക്കെ അവർ സൈനികമായി ഇടപെട്ടു. മറുഭാഗത്ത് സോവിയറ്റ് യൂണിയനിൽ കമ്മ്യൂണിസം പ്രായോഗികമായപ്പോൾ എന്താണ് സംഭവിച്ചത്? അത് ജനാധിപത്യത്തിനു പകരം കടുത്ത ഏകാധിപത്യമായി മാറി. പുതിയൊരു ഉദ്യോഗസ്ഥ വർഗം അവിടെ പുതിയ മുതലാളിമാരായി. എതിർശബ്ദങ്ങളെ അടിച്ചമർത്തി ലക്ഷക്കണക്കിന് ആളുകളെ ഗുലാഗുകൾ എന്ന ലേബർ ക്യാമ്പുകളിലേക്ക് അവർ അയച്ചു. സ്വതന്ത്ര വിപണി ഇല്ലാത്തതിനാൽ സാമ്പത്തികമായി അവർ പൂർണ്ണമായും തകർന്ന് കടുത്ത ക്ഷാമത്തിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തു.
സോവിയറ്റ് യൂണിയന്റെ ഈ സമ്പൂർണ്ണ തകർച്ച ലോകത്തിന്, പ്രത്യേകിച്ച് മറ്റ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾക്ക് വളരെ വലിയൊരു പാഠമായിരുന്നു. അതിൽ നിന്നാണ് മാർക്കറ്റ് സോഷ്യലിസം അല്ലെങ്കിൽ സ്റ്റേറ്റ് ക്യാപിറ്റലിസം എന്ന പുതിയൊരു ഹൈബ്രിഡ് മോഡൽ ജനിക്കുന്നത്. പഴയ രീതിയിൽ തന്നെ തുടർന്നാൽ തകർച്ച ഉറപ്പാണെന്ന് മനസ്സിലാക്കിയ രാജ്യങ്ങൾ പൂർണ്ണമായ കമ്മ്യൂണിസവും പൂർണ്ണമായ മുതലാളിത്തവുമല്ലാതെ ഇത് രണ്ടിന്റെയും ചില ഭാഗങ്ങൾ മാത്രം ചേർത്ത ഒരു പുതിയ രീതിയിലേക്ക് മാറിത്തുടങ്ങി. ഈ പുതിയ ഹൈബ്രിഡ് പാത എങ്ങനെയാണ് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. 1978 ചൈനീസ് നേതാവ് ഡെങ് സിയാവോപിങ് രാജ്യത്ത് വളരെ വലിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. വിദേശ നിക്ഷേപങ്ങൾക്കും സ്വകാര്യ കമ്പനികൾക്കും അനുമതി നൽകി ചൈനയെ ലോകത്തിന്റെ ഫാക്ടറിയാക്കി അദ്ദേഹം മാറ്റി. പിന്നാലെ വിയറ്റ്നാമും 1986 ദോയി മോയ് എന്ന പേരിൽ ഇതേ പാത പിന്തുടർന്ന് ലോകത്തിന്റെ മാനുഫാക്ചറിംഗ് ഹബ്ബായി മാറി. എന്നാൽ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്താണെന്ന് വെച്ചാൽ, സാമ്പത്തികമായി ഇവർ മുതലാളിത്തം സ്വീകരിച്ചെങ്കിലും രാഷ്ട്രീയമായി ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏക പാർട്ടി ഭരണം കർശനമായി നിലനിർത്തുന്നു എന്നതാണ്. ചൈനയിലെ ആ ഡിജിറ്റൽ സെൻസർഷിപ്പ് പോലെ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പുകളോ ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളോ അവിടെ ഒട്ടും അനുവദിക്കില്ല. അതുകൊണ്ട് ഇവിടുത്തെ ഏറ്റവും നിർണായകമായ കാര്യം ഇതാണ്. വളരെ അർത്ഥവത്തായ ഈ വാചകം ഒന്ന് ശ്രദ്ധിച്ചേ. വയറ് നിറയ്ക്കാൻ മുതലാളിത്തം, അധികാരം നിലനിർത്താൻ കമ്മ്യൂണിസം. ആധുനിക കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ അതിജീവന തന്ത്രത്തെ ഇതിലും കൃത്യമായി നമുക്ക് ചുരുക്കി പറയാനാവില്ല. ജനങ്ങൾക്ക് സമ്പത്തും സാമ്പത്തിക പുരോഗതിയും നൽകാൻ അവർ മുതലാളിത്തത്തെ വിദഗ്ധമായി ഉപയോഗിച്ചു. പക്ഷേ ഭരണം ഒരിക്കലും തങ്ങളുടെ കൈവിട്ടു പോകാതിരിക്കാൻ അവർ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യം കർശനമായി തുടരുകയും ചെയ്യുന്നു. ഇനി നമുക്ക് തികച്ചും വ്യത്യസ്തമായൊരു കാര്യം ചിന്തിക്കാം. ഇതൊരു ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി അഥവാ സമാന്തര ചരിത്രം എന്ന് വേണമെങ്കിൽ പറയാം. ശീതയുദ്ധത്തിൽ അഥവാ കോൾഡ് വാറിൽ അമേരിക്കയ്ക്ക് പകരം സോവിയറ്റ് യൂണിയനാണ് വിജയിച്ചിരുന്നതെങ്കിൽ ഇന്നത്തെ നമ്മുടെ ലോകം എങ്ങനെയായിരിക്കും? നിങ്ങളുടെ ഭാവനകളെ ഒന്ന് ഉണർത്താനും ആഗോള രാഷ്ട്രീയത്തിന്റെ സ്വാധീനം ശരിക്കും മനസ്സിലാക്കാനും ഈയൊരു ചിന്ത നമ്മളെ തീർച്ചയായും സഹായിക്കും. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നമ്മുടെ ലോകം പൂർണ്ണമായും മാറിയേമേ. അമേരിക്കയുടെ നാറ്റോ തകരുകയും പകരം സോവിയറ്റ് നിയന്ത്രണത്തിലുള്ള വാഴ്സോ കരാർ ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാകുകയും ചെയ്യും. വാഷിംഗ്ടണിന് പകരം മോസ്കോ ആയിരിക്കും ലോകത്തിന്റെ കേന്ദ്രം. ഐക്യരാഷ്ട്രസഭ അവരുടെ പൂർണ്ണ നിയന്ത്രണത്തിലാകും. നമ്മളിന്ന് കാണുന്ന ഈ സ്വതന്ത്ര വിപണി ഒരിക്കലും ഉണ്ടാകില്ല. ആപ്പിളിനും ആമസോണിനുമൊക്കെ പകരം എല്ലാം നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നത് വലിയ ഭീമൻ സർക്കാർ കമ്പനികളാകും. ഇന്റർനെറ്റ് പോലുള്ളവ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വാണിജ്യ ആവശ്യങ്ങൾക്ക് പകരം വെറും സൈനിക, ഭരണ ആവശ്യങ്ങൾക്ക് മാത്രമായി ചുരുങ്ങിയേനെ. ആ ലോകത്തെങ്ങനെയായിരിക്കും കാര്യങ്ങൾ എന്നത് ഇത് വളരെ മനോഹരമായി വ്യക്തമാക്കുന്നുണ്ട്. വ്യക്തികളെക്കാൾ സമൂഹത്തിനും സർക്കാരിനുമാകും അവിടെ എപ്പോഴും പ്രാധാന്യം. മാധ്യമങ്ങൾക്കും കലയ്ക്കും മതത്തിനുമൊക്കെ കടുത്ത നിയന്ത്രണങ്ങളുണ്ടാകും. എന്നാൽ ശാസ്ത്രത്തിനും സാങ്കേതികവിദ്യയ്ക്കും അവർ വലിയ മുൻഗണന നൽകുന്നതുകൊണ്ട് ഒരുപക്ഷെ ചന്ദ്രനിലും ചൊവ്വയിലുമൊക്കെ ആദ്യത്തെ മനുഷ്യ കോളനികൾ സ്ഥാപിക്കുന്നത് അവരായിരിക്കും. കാരണം അവർക്ക് ലാഭത്തേക്കാൾ രാജ്യത്തിന്റെ അന്തസ്സിനായിരിക്കും മുൻഗണന. ഇന്ത്യയുടെ കാര്യമെടുത്താലോ? നമ്മൾ 90കളിൽ കണ്ട സാമ്പത്തിക ഉദാരവൽക്കരണത്തിനു പകരം കർശനമായ ഒരു പൂർണ്ണ സോഷ്യലിസ്റ്റ് രാജ്യമായി ഇന്ത്യ തുടരുമായിരുന്നു. അതായത് കുറഞ്ഞ സൗകര്യങ്ങളോടെ എല്ലാവരും ഒരേപോലെ ഇടത്തരക്കാരോ ദരിദ്രരോ ആയ കടുത്ത അച്ചടക്കമുള്ള ഒരു ലോകം. സങ്കല്പലോകത്തുനിന്ന് നമുക്കിനി തിരിച്ച് യാഥാർത്ഥ്യത്തിലേക്ക് തന്നെ വരാം. ഈ വിശകലനത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും സുപ്രധാനമായ കാര്യം ഇതാണ്. അമേരിക്കയുടെ സാമ്പത്തിക സാംസ്കാരിക ആധിപത്യമായാലും സോവിയറ്റ് യൂണിയന്റെ നിയന്ത്രണങ്ങളായാലും ഇതിലെ യഥാർത്ഥ പോരാട്ടമെന്ന് പറയുന്നത് ലിബറലിസവും കമ്മ്യൂണിസവും തമ്മിലല്ല. അത് കേവലം ആശയങ്ങൾ തമ്മിലുള്ളതല്ല. മറിച്ച് ഏതു വിധേനയും അധികാരം പിടിച്ചെടുക്കാനും അത് ലോകത്തിന് മേൽ പ്രയോഗിക്കാനുമുള്ള മനുഷ്യന്റെ വലിയ ത്വരയാണ് ഈ വ്യവസ്ഥിതികൾക്ക് പിന്നിലെല്ലാം പ്രവർത്തിക്കുന്നത്. ചരിത്രത്തിൽ എക്കാലത്തും ആവർത്തിക്കുന്ന ഒരു പാറ്റേണാണിത്. ഒരു വിഷമവൃത്തം അഥവാ വിഷസ് സൈക്കിൾ. വിശക്കുന്നവന് ഭക്ഷണം നൽകുക എന്നോ അല്ലെങ്കിൽ മനുഷ്യന് സ്വാതന്ത്ര്യം നൽകുക എന്നോ ഒക്കെയുള്ള മഹത്തായ ലക്ഷ്യത്തോടെയാകും പല പുതിയ ആശയങ്ങളും രൂപപ്പെടുന്നത്. എന്നാൽ അവർ പഴയ ഭരണാധികാരികളിൽ നിന്ന് അധികാരം പിടിച്ചെടുത്തു കഴിയുമ്പോൾ ആ അധികാരം എങ്ങനെങ്കിലും നിലനിർത്താൻ അവർ സാധാരണക്കാരുടെ സ്വാതന്ത്ര്യം ഹനിക്കുകയും പഴയ ഏകാധിപതികളെക്കാൾ വലിയ ഭരണാധികാരികളായി മാറുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, അധികാരം നിയന്ത്രണാതീതമാകുമ്പോൾ എല്ലാ ആദർശങ്ങളുടെയും ശോഭ പൂർണ്ണമായും കെട്ടുപോകുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ വിശകലനം ഈ ഒരു ചിന്തയോടെ അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അധികാരത്തേക്കാൾ വലുതാണ് മനുഷ്യത്വം. ഏതൊരു രാഷ്ട്രീയ സാമൂഹിക സിസ്റ്റമായാലും അത് വിജയമാണോ എന്ന് നമ്മൾ അളക്കേണ്ടത് അത് അധികാരമുള്ളവരെ എത്രത്തോളം സംരക്ഷിക്കുന്നു എന്ന് നോക്കിയല്ല, മറിച്ച് അത് സാധാരണക്കാരന്റെ അവകാശങ്ങളെ എങ്ങനെ സംരക്ഷിക്കുന്നു, വിശക്കുന്നവൻ എങ്ങനെ ഭക്ഷണം നൽകുന്നു എന്ന് നോക്കുമ്പോഴാണ്.
ചരിത്രം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠവും ഇത് തന്നെയാണ്. വ്യവസ്ഥിതികൾ ഏതുമാകട്ടെ, മനുഷ്യത്വത്തിന് വില കൽപ്പിക്കാത്ത ഒരു അധികാരത്തിനും നിലനിൽപ്പില്ല. ഈ വലിയ ചരിത്ര പാഠങ്ങളെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഈ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനും ഈ വിവരങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. വളരെ രസകരമായ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.